ഇതാണ് ആനക്കുളി എന്ന് പറയുന്നത്. ചില്ലറ പണിയൊന്നുമല്ല ഒരാനയെ കുളിപ്പിച്ചെടുക്കാൻ. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മിടുക്കരായ ഇവന്മാരുടെ ദേഹത്ത് ഇത്ര മണ്ണും ചെളിയും ഉണ്ടെന്നറിയുന്നത് പൂരത്തിനായി ഇവരെ കുളിപ്പിക്കുമ്പോഴാണ്. മണ്ണുരക്കൽ എന്ന് വേണമെങ്കിലും ഇതിന് പറയാം. കാരം ആനയുടെ ദേഹത്തിട്ട് ചകിരിയും ബ്രഷും ഉപയോഗിച്ച് ഉരച്ചു കഴുകും. കൊമ്പും നഖവും തേച്ചു വെളുപ്പിക്കും. 8 മണിക്കൂറും 2-3 ആളുകളും വേണം ഒരാനയെ കുളിപ്പിക്കാൻ. സമയം എടുക്കുമ്പോൾ 4 മണിക്കൂർ 4.5 മണിക്കൂർ. പിന്നെ നമ്മൾ ഓട്ടിക്കണെന്ന് വെച്ചാൽ വേഗം കഴിയും. പിന്നെ ചകിരി ഇപ്പോൾ ബ്രഷാണ്. പിന്നെ ചളി ഒരുപാടുണ്ട്. നമ്മൾ സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ, നീര് നയിക്കണ ആനയൊക്കെയാണ് സോപ്പ് ഉപയോഗിച്ച്. ഇത്തവണ പൂരത്തിന് മഴ പെയ്തതിൽ സന്തോഷിക്കുന്നത് ഇവരാണ്. നല്ല തണുപ്പും പിന്നെ വിസ്തരിച്ചൊരു കുളിയും. കുളിപ്പിക്കുമ്പോൾ ഇവർ ചാഞ്ഞും ചെരിഞ്ഞും കിടന്നു കൊടുക്കും. പൂരത്തിനാണിവർ ശരിക്കൊന്ന് കുളിക്കുന്നത്. ആന ശരിക്കുള്ള നിറത്തിലെത്തുന്നതും പൂരത്തിനാണെന്ന് പറയേണ്ടി വരും. ഒടുവിൽ സുന്ദരനായതിന്റെ എല്ലാ സന്തോഷവും ഉണ്ടാകും ഇവന്റെ മുഖത്ത്. തിരഞ്ഞെടുത്ത 30 ആനകളാണ് പൂരത്തിന് മാറ്റുകൂട്ടാനെത്തുക. മീഡിയ 1 തൃശൂർ.